KSP അജയ്. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഇവിടെ ഇടുക്കിയിൽ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിക്കുന്നത്. ഇവളെ പറ്റി പറയുകയാണെങ്കിൽ ഇവളെ പേര് ഇവ. ഇവള് ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. ഫീമെയിലാണ്. അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് ലൈനിൽ വരുന്ന ഡോഗാണ്. ഇവളെ ഞാൻ ഇവിടെ വഴയില എന്നൊരു ഒരു വീട്ടിൽ നിന്നാണ് എടുക്കുന്നത്. അവിടെ ഒരു ഇതുപോലെ ലിറ്ററായ സമയത്ത് അവിടെ നിന്ന് എടുക്കുന്നതാണ് ഇവിടെ. ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു അഗ്രഷൻ, ഇതിൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ക്രൂഡ് ലുക്കുണ്ട്. എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഒരു ബ്രീഡ്സിന് ഇഷ്ടമാണ്. റോട്ട് അങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ നോക്കിയിട്ട് സെലക്ട് ചെയ്തതാണ് ഈ ഒരു ബ്രീഡ്. വന്ന ടൈമിൽ കൊണ്ടുവന്ന സമയത്ത് ഫുൾ ടൈം എൻ്റെ കൂടെ ആയിരുന്നു, റൂമിലായിരുന്നു. നമ്മൾ വീടിൻ്റെ അകത്തിട്ടാണ് ഇവിടെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ കൊടുത്താലും ഫുഡ് കഴിക്കുള്ള ആ ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നെ പുറത്ത് കൊണ്ടുപോയാലും വണ്ടിയിൽ കൊണ്ടുപോയാലും എൻ്റെ കൂടെ നമ്മൾ ടേംഡാണ് ഇത്തിരി. ലീഷില്ലെങ്കിലും പുള്ളിക്കാരത്തി കയ്യിൽ നമ്മളെ കൂടെ നിന്നോളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ദൂരെ എത്ര നാൾ കഴിഞ്ഞ് വന്നാലും എൻ്റെ അടുത്ത് പിന്നെയും കാണുമ്പോൾ ഭയങ്കര കാര്യമാണ്. വീട്ടുകാരെക്കാളും ഇപ്പോൾ എൻ്റെ അടുത്താണ് നമുക്ക് ഫുൾ അറ്റാച്ച്മെൻറ്റ്. കുറേ നാൾ ശേഷം അങ്ങനെ കാണുമ്പോൾ ഇവള് അവിടെ ഫ്രണ്ടിൽ അഴിച്ചായിരിക്കും വിട്ടിരിക്കുന്നത്, വീട്ടിൽ അഴിച്ചായിരിക്കും വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവള് ദേഹത്ത് ചാടി കയറി ഭയങ്കര ഇതേപോലെ തന്നെ എപ്പോഴും ഈ ഒരു ഇത് തന്നെ ഇവള്. പക്ഷേ ഈ സ്നേഹം ബാക്കി വീട്ടിൽ വേറെ ആരുടെ അടുത്ത് അവൾ കാണിക്കില്ല. എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ ഈ അറ്റാച്ച്മെൻറ്റ്. ഇന്ന് രാവിലെ നമ്മൾ എണീക്കുന്ന ടൈമിൽ ഇവർക്കൊരു പാലും പിന്നെ അമൃതം പൊടിയും പിന്നെ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കും. പിന്നെ എന്നാണ്ടി ഡ്രൈ ഫുഡ്. പിന്നെ എല്ലാ സമയത്ത് ഒരു ഉച്ചയ്ക്ക് ചോറും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ചോറും മീനും ബീഫും ചോറും അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും. ഡെയിലി ഒരു 3 നേരം ഫുഡ് കൊടുക്കും. എക്സസൈസ് ആണെങ്കിൽ ഇതിനെ ഡെയിലി നമ്മൾ നടത്തിക്കാറുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ പപ്പയെ കൊണ്ട് നടത്തിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഇതിന് അല്ലാതെ മറ്റേ ട്രക്മില്ലിലൊക്കെ വെച്ച് എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാം മസിലൊക്കെ വരാനായിട്ട്. എന്നാൽ ഇത്തിരി കൂടെ നല്ല കാണാൻ ഇത്തിരി കൂടെ ക്വാളിറ്റി കാണിക്കും. നമ്മൾ അങ്ങനെയും ചെയ്തിട്ടില്ല ഇവിടെ. അതിനായിട്ട് ആരും നിൽക്കുന്നില്ല. ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ചെയ്യിപ്പിക്കും. പുറത്തോട്ടൊക്കെ കൊണ്ടുപോകും. പിന്നെ ഓട്ടിക്കൊക്കെ ചെയ്യും നന്നായിട്ട്. സാധാരണ ഇതുപോലെ റോഡിലേക്ക് ഇതുപോലെ വണ്ടിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴേ ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോകും. ഇടയ്ക്ക് ഇതുപോലെ ഫോട്ടോയൊക്കെ വന്ന് എടുത്തിട്ട് പോകും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ഇതാണ്, എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴേ നമുക്കും ഒരു ഹാപ്പിനെസ്സാണ് ഇത് കാണുമ്പോൾ. എല്ലാവരും വന്ന് ചോദിക്കും ബ്രീഡ് ഏതാണ്, അതേതാണ്, എത്ര രൂപയായി, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സാണ് കാണുമ്പോൾ. പിന്നെ ഇതിനെ കൊടുക്കുന്ന വേറെ ബുള്ളിക്ക് കൊടുക്കുന്ന പ്രത്യേകിച്ചുള്ള ഫുഡൊക്കെ ഉണ്ട്. അത് കൊടുത്താൽ ഇത്തിരി കൂടെ ഹെവി സൈസാവും, മസിൽസൊക്കെ ഇത്തിരി കൂടെ നല്ല വിരിഞ്ഞ് കാണിക്കും. ഇത് വഴയിൽ നമുക്ക് പരിചയമുള്ള ചേട്ടൻ്റെ വീട്ടിൽ എൻ്റെ മദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവൾ ലിറ്ററായപ്പോൾ ഒരു 9 കുട്ടിയോളം ഉണ്ടായിരുന്നു. അതിന് മിൽക്ക് ഇൻഫെക്ഷൻ ആയിരുന്നു, അതിനൊരു അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും മിൽക്ക് അല്ലാതെ ഫീഡ് ചെയ്യിപ്പിച്ചാണ് ഇവരെയൊക്കെ വളർത്തിയത്. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതിനെ ചോദിച്ച് അതിൽ ഏറ്റവും കൊള്ളാൻ അഴുക്ക പപ്പിയായിരുന്നു. ഇത് കൊള്ളത്തില്ലായിരുന്നു. അങ്ങനെ ഇതിനെ ഞാൻ എടുത്തിട്ട് ഞാൻ ഇതിനെ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് പൈസയൊക്കെ മുടക്കി. എന്നിട്ട് പിന്നെ അങ്ങനെ വളർത്തിയെടുത്തിരുന്നു. ഇവൾക്ക് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ അതിലുവഴി ഒരുപാട് ഇവളിത്തിരി ക്ലിക്കായി. ആൾക്കാർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം ഇവളെ. പിന്നെ ഫ്രണ്ട്സിൻ്റെ മുമ്പിലൊക്കെ ബുള്ളി അമേരിക്കൻ ബുള്ളി എന്നൊക്കെ പറയുമ്പോൾ ഒരു വേറെ അധികം ആൾക്കാരില്ല. അപ്പോൾ നമ്മളതിലുള്ളപ്പോൾ ഒരു വിലയാണ് അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ. ഇടയ്ക്ക് ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഇവിടെ വീട്ടിലവർക്ക് നോക്കാൻ വയ്യാതെയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുത്ത് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. കൂടിലൊന്നും കിടക്കണില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യം അവൾക്ക് പോയതിനു ശേഷം ഫുഡും കഴിക്കണില്ല, കിടന്ന് വിളിയായിരുന്നു. ഞാൻ ചെന്നതും പിന്നെ പെട്ടെന്ന് വണ്ടിയിൽ ചാടി കയറി എൻ്റെ കൂടെ കയറി വന്നു. പിന്നെ അതുപോലെ ആരടുത്തും കൊണ്ടാക്കത്തില്ല ഇവിടെ തന്നെ. ഞാൻ ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ എല്ലാവരും നോക്കുന്നു. ഫസ്റ്റ് ഇവർക്ക് ജനിക്കുമ്പോൾ ഒരു വാക്സിൻ എടുക്കും. അപ്പോൾ അത് അവർ പുള്ളിക്കാരെ എടുത്തിരുന്നെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതിവിടെ കൊണ്ടുവന്ന് ഒരു 3-4 മാസമൊക്കെ ആയപ്പോൾ ഇവർക്ക് പാർവേ എന്ന് പറഞ്ഞൊരു രോഗം വന്നു.
രോഗം വന്ന് ഇവിടെ ശരീരമൊക്കെ മൊത്തം ഉണങ്ങി നല്ല സ്കെൽറ്റായി. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ഡെയിലി ഉപ്പും ഇഞ്ചക്ഷനും ഒക്കെ എടുത്ത് ഒരു 10-14 ദിവസം കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി പിന്നെ റിക്കവറായി വന്ന് ഇപ്പോഴാണ് ഇത്തിരി നന്നായി. അതിന് ശേഷം നമ്മൾ ഇത് മരിച്ചു എന്നാണ് വിചാരിച്ചത്. ഇവള് അത്ര എണീക്കത്തില്ലായിരുന്നു. ഇതിൻ്റെ മോഷനൊക്കെ ബ്ലഡ് പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. വൊമിറ്റിങ് ചെയ്യും, അങ്ങനെയായിരുന്നു. എല്ലാവരും നല്ല വിഷമമായിരുന്നു ഇവളെ ഇങ്ങനെ അവസ്ഥ കണ്ടപ്പോൾ. അമേരിക്കൻ പുള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് ഇവളെ വെച്ച് പറയുകയാണെങ്കിൽ ഇവള് എന്തോന്നു ഞാൻ സ്നേഹിക്കുന്ന പോലെ തിരിച്ച് നല്ല കമ്പാനിയനാണ്. നമ്മളുമായിട്ട് ഞാനുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റാണ്. എനിക്കിവളെ നല്ല ഇഷ്ടമാണ്. ഇവിടെ അടുത്തൊരു ഗ്രൗണ്ടുണ്ട്, അവിടെ കൊണ്ടിട്ട് കുറച്ച് നേരം ഓട്ടിക്കും. എന്തെങ്കിലും ബോളൊക്കെ ഇട്ട് എറിഞ്ഞ് എടുത്തിട്ട് വരും. അങ്ങനെ കുറച്ച് നേരം ഇട്ട് ഓട്ടിക്കും. പിന്നെ നീന്താനായിട്ട് കൊണ്ടുപോകും. അടുത്തുള്ള ആറ്റിലൊക്കെ കൊണ്ടിട്ട് നീന്തിക്കും. അങ്ങനെ നല്ലതായിട്ട് നീന്തോളൂ. കമാൻഡ് വരെ നമ്മൾ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ എന്തെങ്കിലും എടുക്കല്, അവിടെ കയറല്, അവിടെ തന്നെ ഇരുന്നോണം കിടന്നോണം കുരക്കലെന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ കേൾക്കും. അല്ലാതെ ട്രെയിനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ പറയുന്ന നമുക്ക് അറിയാം, മനസ്സിലാവും. ഇവളെ ഞാൻ ഒരു പെറ്റായിട്ടല്ല ഞങ്ങളെ വളർത്തുന്നത്. നമ്മൾ ഫ്രണ്ട്സ് പോലെയാണ്. അത്രയും നല്ല കമ്പനിയാണ് ഞാനിവളുമായിട്ട്.